Hello friends, you're watching AG Diaries by Akhil and Gopika. അപ്പോൾ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. ഞങ്ങൾ ഇതിനകത്ത് യൂട്യൂബിൽ ഒരുപാട് കപ്പിൾസ് ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചലഞ്ചാണ്. ആൻഡ് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് പണി ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഈ സംഭവം നമുക്ക് ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നത് ചെയ്യാം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാനൊന്ന് ഒരുങ്ങാതെ ഭയങ്കര ഡള്ളായിരിക്കുന്നത് എന്താണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ചലഞ്ച്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു മേക്കപ്പ് ചലഞ്ചാണ്. മേക്കപ്പ് ചലഞ്ചിലൊരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പം നമ്മുടെ വെറൈറ്റി ഇതാണ്. മേക്കപ്പ് ചെയ്യുന്നത് ഞാനല്ല, മേക്കപ്പ് ചെയ്യുന്നത് ശംഖുവാണ്. എൻ്റെ ഫേസിൽ ശംഖുവാണ് മേക്കപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും ഞാൻ പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. തനിയെ പോയി താഴെ പോയി എൻ്റെ റൂമിൽ നിന്ന് എല്ലാം പറക്കി എടുത്തോട്ട് വന്ന് ഇവിടെ വന്ന് അതൊക്കെ വെച്ച് തന്നെ മേക്കപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സംഭവം എന്തൊക്കെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഷെൽഫിൽ നിന്ന് എന്തൊക്കെയോ എൻ്റെ ഷെൽഫിൽ നിന്ന് പറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ എന്തോ നശിപ്പിച്ച് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ എന്തോ. എൻ്റെ പൗച്ചൊക്കെ കണ്ടെത്തിക്കൊണ്ട് വന്നു കേട്ടോ ഇവിടെ ഒന്നും. എല്ലാം എടുത്തിട്ടുണ്ടെന്ന്. ആ ഷെൽഫ് മൊത്തം നശിപ്പിച്ച് എല്ലാ സാധനവും എന്താ എടുത്തിട്ട് വരുന്നുണ്ട്. കാണും അവിടെ കണ്ടില്ലേ? ഒരെണ്ണം മതി. സംഭവങ്ങളെല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. സാർ എന്തൊക്കെയോ പറക്കി എടുത്തിട്ട് വന്നു. അതെല്ലാം ഞാൻ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഴം പോകണം. ഇതിന് ബോർഡ് ആദ്യം നമുക്ക് ബോട്ടിളക്കാം. എങ്ങനെ വൃത്തിയാക്കുമല്ലോ. ഇതൊക്കെ നിറയെ കുഴികളാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ നിറയെ കുഴികളും ഇവിടെ റോസ് വാട്ടർ ക്ലെൻസർ അത് നമുക്ക് ഈ മുടിയെ കുത്തിയില്ല. ഇതടിക്കാതെ മൊത്തം ചെടിയൊക്കെ നമുക്ക് ഇതിലൂടെ കൈ ഇറക്കാൻ കഴിയും. ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടുവന്നു മുടി ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. തിന്നാതോ അടുത്ത് നമുക്ക് സൺക്രീം ഹൈജീനിക്കായിട്ടൊക്കെ ഇവിടെ ഇടുന്ന എല്ലാവരും. ഇത് രണ്ടും കൂടി അവള് മിക്സ് ചെയ്താ ഇടുന്നത്. അങ്ങനെ എന്റെ പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺക്രീമിന്റെ കൂടെ മിക്സ് ചെയ്യുന്നത് പറയുന്നത്. എന്നോട് അങ്ങനെയാണ് പറയാ. ഇത് മിക്സ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് കോട്ടായിട്ട് അടിക്കുന്നു. ഇച്ചിരി ഉണങ്ങിക്കോളും. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തുടച്ചൊക്കെ എടുത്ത് എന്റെ കൈ ഇറക്കണ്ടേ. അയ്യോ ഈ പ്രോഡക്റ്റ് ഞാൻ മറന്നുപോയി. നമ്മൾ കഴിഞ്ഞ കാണിച്ച പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതിനാ മറന്നു. അപ്പൊ ഒരു നെഗറ്റീവ്. നമ്മൾ ഇതില് മുഖത്തിട്ടത് പോലെ നമ്മൾ ലിപ്പിലും ഒരു ഫസ്റ്റ് കോട്ട് അടിക്കും. എന്തോന്ന് സാധനം പിടിക്കുന്നില്ലല്ലോ മുഖത്ത്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. കുട്ടിയുടെ കമ്പനി ഏതാണെന്തോ. ഏതൊരു കമ്പനിയിലെ കുട്ടി ഇത് കൈ പ്രത്യേകം ബ്രഷ് ഉണ്ട് കേട്ടോ. കുട്ടിയുടെ ബ്രഷാണിത്. ആദ്യം ഈ ഹോളുകളെല്ലാം അടച്ചു കൊടുക്കുക. വലിയ വലിയ ഹോളുകളെല്ലാം അടക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അടിക്കുക. നമ്മളെ ഇതൊക്കെ ഹോളൊക്കെ അടയ്ക്കുക. ഹോളൊക്കെ സൂം ചെയ്തെടുത്തോ. ഒരുപാട് ഹോളുണ്ട്. ഹോളെല്ലാം അടച്ചു. ഇനി ബാക്കി എല്ലായിടത്തും ചെറിയ കോട്ടടിക്കുക. ഭയങ്കരമായിട്ട് പെട്ടെന്ന് വൈറ്റ് വാഷ് അടിച്ചവരാണ്. എന്തായോ ഒന്നും കണ്ണാടി എടുത്തില്ലല്ലോ. ചിക്കൻ ബോക്സ് ഒന്നും ഇരിക്കുന്നത് സാധനമാണ്. ഇത് കുമ്പിളും രണ്ട് കുമ്പിളും. ഞാൻ പറയാം. ഇത് കഴുകൊണ്ടൊക്കെ വരണം കേട്ടോ. ഇനി അയക്കാം. ഇതിന് തേക്കാൻ പാടില്ല. ഇങ്ങനെ ഒന്ന് ആക്കണം.
ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇത് എന്നെ ആരും മേക്കപ്പ് ചെയ്തിട്ടില്ല. പരിപാടി കഴിഞ്ഞു. നമ്മൾ പ്രൈമർ അടിച്ചു കഴിഞ്ഞു. പക്ഷേ പൊട്ടിയിട്ട് കഴിഞ്ഞു. ഹോളിലെല്ലാം അടഞ്ഞു തോന്നുന്നു. വലിയ ഹോളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയണല്ലോ കൈ വെച്ചിട്ട് നീ ഇതെന്താന്ന് പറഞ്ഞിട്ട് പറ എന്താണെന്ന് പറഞ്ഞാൽ കണ്ണെഴുതുന്ന സാധനം. കണ്ണെഴുതുന്ന സാധനം അതെ. സ്വിസ് ബ്യൂട്ടിയുടെ ഐലൈനർ ജെല്ലും അതൊന്നും പരസ്യമില്ല ഇവിടെ. എന്നാലും പറഞ്ഞേക്കാം. ഇത് വെച്ചിട്ട് ഐബ്രോസ് ഇത് രണ്ടൊക്കെ തുറക്കാൻ പറ്റുന്നു. ഓ ഓപ്പൺ ഇതാണ്. ഇത് ലാസ്റ്റ് ആയിട്ട് ഇത് ഐബ്രോ വരയ്ക്കും. ഐബ്രോ എന്താ അത് വരയ്ക്കാം. ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അല്ല മുകളിൽ ഇവിടെ വരയ്ക്കണം. അടുത്ത് ഇതിൽ വരയ്ക്കുന്ന സാധനം പറഞ്ഞു എന്റെ താഴത്ത്. അത് കണ്ടുപിടിക്കുക. ഐക്കോണിക് കാജൽ. ഇതാണ് കരി. കുറച്ചെടുത്താ മതി. ഇല്ല താഴെ അടിക്കണം. ഇതിട്ടാ കണ്ണ് കഴിക്കണം കേട്ടോ. ക്യാമറ നശിപ്പിച്ചല്ലോ വെച്ചേക്കോണെങ്കിൽ. ഇനി ഇവിടെ വളക്കുന്ന സാധനം എന്തിനാണ്? അതിന്റെ മോളിൽ വരയ്ക്കണം. ഇതിട്ടിട്ട് ഇവിടെ വളത്തിൽ വാല് വെക്കുമല്ലോ. മോളിൽ ഫുൾ വരയ്ക്കണം. ഇത് വെച്ച് ഈ ചെറുത് വെച്ചിട്ട് കട്ടിക്ക് എടുത്തോ. മുകളിൽ എവിടെ വരയ്ക്കുന്നു? ഈ അരികുമാര് വരയ്ക്കുന്നു. അത് വേണ്ടായിരുന്നു, റിസ്ക്കായിരുന്നു. കൈ വരയ്ക്കുന്നു. ഈ വാല് മാത്രം വരയ്ക്കാം. മോളിൽ മൊത്തം വരയ്ക്കണമെന്ന്. അതാണ് ഞാനെങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. നല്ല വെള്ളത്തിന്റെ പോലത്തെ വാല് വേണം. ചുണ്ടമണ്ണം പോലുണ്ട്. മാറ്റോട്ടെ. ഞാൻ കൈ വെക്കുന്നിടത്തൊക്കെ ഫൗണ്ടേഷൻ അളവുന്നു. രണ്ടും ഒരേ വെള്ളം തന്നെ. പൊരിഞ്ഞളായിട്ട് മുഖ്യം. ലിപ്സ്റ്റിക് വരയ്ക്കുന്ന പ്രശ്നം മാമി തന്നതാണ്. അതും അതിന്റെ ഒരു ഷാർപ്നർ. ഓ കട്ട ഒരുപാട് ഈ പീലി വെക്കുന്നൊരു മെഷീൻ ഉണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അതൊന്നും
പിരിയം പെയിന്റ് അടിക്കാം. എനക്കാ വെച്ചതൊക്കെ വേഗം കഴിഞ്ഞ താഴത്തോലും അടിക്കട്ടോ. താഴത്തടിക്കണ്ട. ഞാൻ എന്തിനാ എടുത്തോണ്ട് വന്നേ? അല്ല ഇത് അടുത്തിടണ്ട. ഇവിടെ ഇങ്ങനെ മൂക്കിലൊക്കെ തിളങ്ങാൻ വേണ്ടി ഇത് മൊത്തത്തിലാണ്. അത് ലാസ്റ്റാ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഇതിന്റെ പേരെന്താ? ഹൈലൈറ്റർ എന്ന് പറയും. അങ്ങനെയല്ല. അങ്ങനെ ലാസ്റ്റ് പോട്ട് പെയിന്റ് അടിച്ചിരിക്കുകയാണ്. മതി മതി, അങ്ങനെ അടിക്കുന്നത് ഇതാണ്. ഇതാണ് ലാസ്റ്റ് പോട്ട്. ഫുൾ കരിയും കൂടെ പേടിച്ചെടുക്കരുത്. ഫൈനൽ ടച്ചപ്പ്. മേക്കപ്പ് സൂപ്പറാണ്. നോക്കിയോ, കടി കെട്ടിപ്പോവാൻ കരിയൊക്കെ അവിടെ കിടക്കാണ് പ്രശ്നം. കണ്ടു കിടക്കുന്ന കറുത്ത പാടുകൾ. കരി ഭയങ്കര ശല്യം. സൈഡാണ് പറ്റുന്ന ബ്യൂട്ടി സ്പോട്ട് ഇട്ടല്ലോ ഇവിടെ. എന്തൊരു കളർ വേണം ഇവിടെ? അത് ഇവിടെ വേണം ചുള്ളിന്റെ മുകളിൽ മറക്കിടാ നയൻതാര പോലെ. കട്ട് പൊട്ട് എന്തിനും വേണ്ടേ? എന്താണ് കണക്കാക്കും? ആദ്യത്തെ കൊള്ളൂലല്ല ഇതുവരെപ്പറ്റി. ഓ കുത്തും വേണ്ടായിരുന്നു. കുത്തൊക്കെ ചുണ്ടിങ്ങാക്കിയ കുത്തു വലുതാവും. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണിച്ചു. അപ്പൊ വർക്ക് കഴിഞ്ഞിരിക്കാനാ കേട്ടോ. ഒരു കുഴപ്പമില്ല കണ്ടോ. സൂപ്പർ അല്ലേ? ഫോട്ടോ എടുത്തു നോക്ക്. കൊള്ളാം. പിടിക്കല്ലേ? പിടിക്കാൻ പോവും. ഇറങ്ങിട്ടോ. മുടിയൊക്കെ നേരെ ഇട്ടാണ്. അങ്ങനെ നാക്കട്ടെ. സിന്ദൂരം പോവും. സിന്ദൂരം കട്ടി ആയിട്ടില്ല. ഫോട്ടോ എടുത്തോ. എനിക്ക് തോന്നുന്നു നയൻതാര ഫോട്ടോ അങ്ങോട്ട് മറ്റേല്ല സ്മൈലി സ്റ്റിക്കറിലൊരു കൊച്ചിറക്കി ഫോട്ടോ എടുത്തോട്ട് നല്ലോണം. നയൻതാര കുത്തു എന്തായാലും പൊട്ട്. നീ പൊട്ട് തവണയാണ് വെച്ചേക്കുന്നത്. പറയണ്ട കേട്ടോ, മാറ്റി തരാം. ഞാൻ പറഞ്ഞു സെൻട്രൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇത്രയും നല്ലോണം ആരെങ്കിലും ചെയ്യുമെങ്കിൽ പറ. ധൈര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇതൊന്ന് വൃത്തിയായിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ട് എങ്കിൽ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അയച്ചതായി ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ഈ പണിയുടെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് കണ്ടിട്ടേ നിങ്ങൾക്ക് എന്തുപോലെ തോന്നുന്നു പറയട്ടെ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ മറ്റേ വാട്സാപ്പിൽ ഒരു സ്മൈലി പയ്യന്റെ ഫോട്ടോ കാണിക്കണം. എല്ലാ ഡ്രസ്സ് മാറ്റി മാറ്റി ഒരു സ്റ്റിക്കർ ഇങ്ങനെ അതുപോലെ കരി. ഇതെന്തുവാണ് ഇത്? ബാക്കിയൊക്കെ അറിയാം. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ. താങ്ക് യു സോ മച്ച്.